ഓക്കെ പിള്ളേരെ, അപ്പം നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്, നമുക്ക് ഏത് പോയിന്റ് വേണം? എസ് എന്ന് പറയുന്ന പോയിന്റ് വേണം. അപ്പം യു വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? -2. ഈ 0 തുടങ്ങി ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് -2 ആണ്. നമുക്ക് വേണ്ടത് എസ് എന്ന് പറയുന്ന പോയിന്റാണ്. ഈ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ഡിസ്റ്റൻസ് ഒക്കെ എത്രയാണ്? 1/3 ആണ്. അപ്പം നിങ്ങൾ ഈ -2ൻ്റെ കൂടെ എന്താ ആഡ് ചെയ്ത് കൊടുക്കണം? 1/3 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? -5 പ്ലസ് 1 -5 അല്ലല്ലോ, -6 പ്ലസ് 1/3. അപ്പോൾ ആൻസർ എത്ര കിട്ടും? -5/3 ഉണ്ടോ? അപ്പോൾ നമ്മൾ ഏത് പോയിന്റ് കണ്ടുപിടിച്ചെടുത്ത്? എസ് എന്നുള്ള പോയിന്റ് കണ്ടുപിടിച്ചെടുത്തു ഉണ്ടോ? ഇനി നിങ്ങൾക്ക് ആറാണ് വേണ്ടതെങ്കിലോ, -2ൻ്റെ കൂടെ 1/3 എത്ര പ്രാവശ്യം ആഡ് ചെയ്യണം? 2 പ്രാവശ്യം ആഡ് ചെയ്യണം. 1/3 പ്ലസ് 1/3 1/3 പ്ലസ് 1/3 എത്രയാണ്? 2/3. വീണ്ടും 3 × 2 6 6 പ്ലസ് 2 എത്രയാണ്? 3 × 2 -6 ആണ്. -6 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? -4/3 ഉണ്ടോ? അങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഇങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ വേറൊരു മെത്തേഡും ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ 0 തുടങ്ങി ടി വരെ എത്രയാണ് വാല്യൂ? -1 ആണ്. 0 തുടങ്ങി ടി വരെ -1 ആണ്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന എല്ലാ മെഷർമെൻറ്റും എത്രയാണ്? മൈനസിലാണ് പോകുന്നത്. അപ്പം ടി തുടങ്ങി 6 വരെ എത്രയായിരിക്കും? -1/3. ടി തുടങ്ങി എല്ലാ ഡിവിഷൻസും, ഈക്വൽ ഡിവിഷൻസ് എല്ലാം -1/3 ആണ്. അപ്പോൾ 0 തുടങ്ങി ടി വരെ -1, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? ഒരു -1/3 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാൻ നേരത്ത് എന്ത് വരും? -1 -1/3. അപ്പോൾ എത്ര കിട്ടും? 3 × -1 എത്ര? -3 -1 -4/3. അപ്പം 6 എന്ന് പറയുന്ന പോയിന്റ് കിട്ടിയല്ലോ. എത്രയാണ്? 4/3. ഇനി വേറൊരു നമുക്ക് അടുത്ത വേണ്ട എന്താ? എസ് അല്ലേ. അപ്പം -1ൻ്റെ കൂടെ എത്ര പോയിന്റ് ആഡ് ചെയ്ത് കൊടുക്കാം? ടി തുടങ്ങി 6 വരെ -1/3, 6 തുടങ്ങി എസ് വരെ -1/3. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? -2/3. -1ഉം -2/3 കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും ആൻസർ? -1 -2/3. 3 × -1 എത്രയാണ്? -3. -3 -2 എത്ര കിട്ടും? -5/3. ഈ രണ്ട് വഴികളിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സം കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, ഇത് നിങ്ങളുടെ ലാസ്റ്റ് എക്സസൈസ് ആണ് കേട്ടോ. ഇപ്പോൾ സം കണ്ടുപിടിക്കാനായിട്ടാണെങ്കിൽ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പം ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്താൽ മതി. എന്ത് വേണം? 5ഉം -11. അപ്പോൾ എത്ര വരും? 11 ഒരെണ്ണം പോകുമ്പം എത്ര കിട്ടും? നമുക്കിവിടെ കിട്ടുന്ന ആൻസർ -6 ആയിരിക്കും. ഇവിടെ 5ഉം -11 അല്ലേ, അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 11 - 4, അപ്പോൾ എത്ര കിട്ടും? 6. എന്നിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ 6 എന്ന് പറഞ്ഞു കിട്ടും. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാം കേട്ടോ. ഫർദറായിട്ട് നമുക്കിതിനെ എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇവിടുത്തെ HCF എത്രയാണ്? 2 ആണ്. 2 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്ത് നോക്കിയേ. അപ്പോൾ ആൻസർ എത്ര കിട്ടും? -3/2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5/3 + 3/5. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ എന്ത് ചെയ്യണം? LC എടുക്കണം. LC എത്ര? 15. 5/3യിൽ 5/3യുടെ അവിടെ ഡിനോമിനേറ്റർ 15 വരണമെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 5 മുകളിലും 5. അപ്പം 25/15. അടുത്തത് 3/5. 3/5ൻ്റെ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ എത്ര വെച്ച് മൾട്ടിപ്ലൈ? 3 വെച്ച് മൾട്ടിപ്ലൈ. അപ്പം × 3 മുകളിലും × 3. നല്ല 15 ആകത്തുള്ളൂ. അപ്പം 5 × 5 25. 25 + 9/15. അല്ലെങ്കിൽ ആൻസർ എത്ര കിട്ടും? 34/15. ഇനി 34/15 നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? ഇംപ്രോപ്പർ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം. എത്ര? 2 × 30, റിമൈൻഡർ എത്രയാണ്? 4. അപ്പോൾ 2 and 4/15. അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അടുത്ത -9/10ഉം 22/15. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും? LC എടുക്കും. 30 ആണ് LC. അപ്പോൾ 10 30 ആകാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിൽ 3 വെച്ച് മൾട്ടിപ്ലൈ. 15 30 ആകാൻ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ 2 വെച്ച് മൾട്ടിപ്ലൈ. അപ്പോൾ എത്ര കിട്ടും ആൻസർ? -27/30 + 44/30.
LCM ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് കോമൺ ആയിട്ട് 30 ഇട്ട് കൊടുക്കാം. -27 + 44 ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 17/30 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. -3/11 + 5/9. അപ്പോൾ ഈ മൈനസ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ത് പറ്റും? ക്യാൻസൽ ആയി പോകും. അങ്ങനെ 3/11 5/9 എന്നും പറഞ്ഞു കിട്ടും. അപ്പോൾ 11ൻ്റെ 9ൻ്റെ LCM എടുക്കും. അത് 99 ആണ്. 11 99 ആണ്. ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 9 99 ആകാനായിട്ട് എന്ത് ചെയ്യണം? 11 വെച്ച് ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ. അപ്പോൾ നമ്മൾ 9 × 3 27 വരും. /99. 5 × 11 55/99. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. 27 ഉം 55. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 82/99 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. -8/19 -2/57. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? LCM എന്ന് പറയാൻ നേരത്തെ എത്ര വരും? 57 തന്നെ ഇവിടെ. അപ്പം 90നെ 57 ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എത്ര വെച്ച് മൾട്ടിപ്ലൈ? 3 വെച്ച് മൾട്ടിപ്ലൈ. അപ്പോൾ -8 × 3, ഡിനോമിനേറ്ററിൽ 19 × 3 -2. ഇവിടെ 57 തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ വേറെ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഡിനോമിനേറ്റർ 57 തന്നെയാണ്. അപ്പം ഇവിടെ എത്ര കിട്ടും? -8 × 3 എത്ര കിട്ടും? -24/57 -2/57. അപ്പോൾ ഇവിടെ ഇപ്പം ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. സെയിം സൈൻ അല്ലേ? -24 -2 എത്ര കിട്ടും? -27/57. ഓക്കെ, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അതൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. -2/3 + 0. -2/3 + 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് റാഷണൽ നമ്പറിനെ 0 വെച്ച് ആഡ് ചെയ്താൽ അത് തന്നെ കിട്ടും. അപ്പോൾ എത്ര കിട്ടും? -2/3 തന്നെ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും നിങ്ങൾക്ക് സൊല്യൂഷൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ -2/3നെ എപ്പോഴും ഓർക്കുക കേട്ടോ. മൈനസ് വന്നു കഴിഞ്ഞാൽ ഇത് ഹോൾ മൈനസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്ര വരും? 3 × 2 6 6 + 1 7 7/3 -7/3 പ്ലസ് ഇത് എത്ര കിട്ടും? 5 × 4 20 20 + 3 23/5. പിന്നെ നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം? LCM 15 ആണ് LCM. -7നെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 3നെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത ഫ്രാക്ഷനിലും ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ 3 വെച്ച് മൾട്ടിപ്ലൈ. അപ്പോൾ എത്ര കിട്ടും ആൻസർ? -35/15 പ്ലസ് അടുത്ത 23 × 3 69/15. അപ്പം ന്യൂമറേറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 34/50. അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷനായിട്ട് എഴുതുവാണെങ്കിൽ എന്തൊരു 2 and 4/50 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, സോ താങ്ക് യു.